അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു EV ചാർജ് ചെയ്യുന്നതെന്ന് പലർക്കും സംശയമുണ്ട്. നമ്മളൊരു DC ചാർജറിലാണ് വന്നത്. നമ്മുടെ വീടിനടുത്തുള്ളൊരു ചാർജർ തന്നെയാണ്. അപ്പോൾ നമ്മൾ നിലമ്പൂർ വടപുറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഗോയിസിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറിലാണ് വന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനൊരു ഇവിടെ ഒരു സിംഗിൾ ഗണ്ണുള്ള ചാർജറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗോയിസിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. സോ ബേസിക്കലി ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് മാപ്പിൽ ധാരാളം ചാർജ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൊക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള ചാർജ് പോയിൻറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ എനിക്ക് കാണുന്നുണ്ട് 30 kW ഒരു ഫ്രീ ആയിട്ടൊരു ചാർജറുണ്ട്. വേറെ വണ്ടിയൊന്നുമില്ല. അപ്പം ക്യൂവും കാര്യങ്ങളൊന്നുമില്ല, അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ചാർജറിന് അടുത്ത് നിന്നിട്ട് ചാർജ് ഒന്ന് കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ വണ്ടി ഓഫ് ചെയ്യുക, എത്ര % എൻഷുർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ CCS2 ഗൺ പോർട്ട് കുത്തേണ്ട സ്ഥലം ഏതാണോ അങ്ങോട്ടേക്ക് വരാം. എന്നിട്ട് നിങ്ങൾ സാധാരണ പോലെ ഈ ഒരു AC ചാർജറിൻ്റെ പോർട്ട് ആദ്യം ഊരുക. പിന്നെ നിങ്ങൾ ഈ DC ചാർജിങ്ങിൻ്റെ പ്ലോട്ട് ഊരുക. അപ്പോൾ ഈ ഒരു CCS2 ഗണ്ണിന് കുത്താനുള്ള ഒരു പോർട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. അടുത്തതായിട്ട് എൻഷുർ ചെയ്യുക ഇത് ആക്റ്റീവാണ്, ഇതിന് കറണ്ട് ഉണ്ട്, കാര്യങ്ങൾ എൻഷുർ ചെയ്യുക. അതിനുശേഷം ഇവിടെ ടച്ച് സ്ക്രീൻ ടു സ്റ്റാർട്ട് ചാർജിങ് കാണാം. ഇത് ടച്ച് ഉള്ള സിസ്റ്റമാണ്. അതിനുശേഷം നമ്മൾ ഗണ്ണ് ഇതിൽ നിന്ന് എടുത്തിട്ട് ആക്ച്വലി നമ്മൾ ഇതിൽ ഒരു ക്ലിക്ക് ചെയ്യുന്നൊരു സ്വിച്ച് കാണാം. ഈ സ്വിച്ച് ഇതാക്കിയിട്ട് നമ്മൾ ഗണ്ണ് എടുക്കണം. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഗണ്ണാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങ് പ്ലഗ് ചെയ്ത് കൊടുക്കുകയാണ്. സോ പ്ലഗ് ചെയ്യുമ്പം ഇതിനകത്ത് ഓത്തൻറ്റിക്കേറ്റ് ആവും. കണക്റ്റിംഗ് പ്ലീസ് വെയിറ്റ്. നിങ്ങൾ ഓൾറെഡി ഇതിൽ അക്കൗണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചാർജിങ്. അല്ലെങ്കിൽ ആ കുത്തുന്നതിന് ശേഷം നിങ്ങളുടെ ഫോണിലൊരു മെസ്സേജ് ലഭിക്കും. സോ അതിനകത്ത് ഇപ്പം അവൈലബിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് നമ്മൾ ചാർജ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പം ഇനീഷ്യലി ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. അതായത് നമ്മളിപ്പോൾ കുത്തിയ പ്ലഗ് 1 ആണ്, പ്രിപ്പയറിങ് ചാർജറാണ്. ഇതിനകത്ത് നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര ടൈമിന് നിങ്ങൾക്ക് ചാർജ് ചെയ്യാമെന്നതിൽ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്ര കിലോവാട്ടിന് എനർജി, കിലോവാട്ട് അവർ എത്ര വേണം അതിനനുസരിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഇഷ്ടമുള്ള കൊടുത്തിട്ട് സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഇല്ലെങ്കിൽ ഓട്ടോ കട്ട് ഓഫ് ആവും എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇതിനകത്ത് ചാർജിങ് ഇനീഷ്യേറ്റഡ് ആണ്. ഇതിനകത്ത് അബൌട്ട് ടു സ്റ്റാർട്ട് ചാർജിങ്. ഇതിൽ ഓൾറെഡി കുറച്ച് ബാലൻസ് ഉണ്ടായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ എൻ്റെ ഒരു വണ്ടി പഞ്ചർ നിങ്ങൾക്ക് ഒരു ചെറിയൊരു അമ്പളം ഇവിടെ കാണാൻ കഴിയും. ചാർജ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓൾസോ വണ്ടീൻ്റെ ഫാനും കാര്യങ്ങളും സ്റ്റാർട്ടാവും. ഇവിടെ ഭയങ്കര സൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്, റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട്. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും ഇതിനകത്ത് ഇപ്പോൾ എത്ര % ചാർജ് ഉണ്ട്. ഇത് ആക്ച്വലി നമ്മളൊരു ടെസ്റ്റ് ബേസിൽ ഇട്ടാണ്. 81% ചാർജ് ഉണ്ട്. ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ കൂടും കുറയും ചെയ്യും. ഓൾമോസ്റ്റ് 80% നിങ്ങൾ DC ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ വണ്ടി കൺസ്യൂം ചെയ്യുന്ന കിലോവാട്ട് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ വണ്ടി എത്രത്തോളം റിസീവ് ചെയ്യുന്നുണ്ട്, എത്ര ആംബിയറാണ്, എത്ര വോൾട്ടാണ് ഇത് ആക്ച്വലി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 30 kW വരെയാണ് നമ്മുടെ റിസീവിങ് കപ്പാസിറ്റി വണ്ടി. എന്നിരുന്നാലും അതിനും താഴെ തന്നെയാണ് നമ്മുടെ വണ്ടി വലിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതേപോലെ ഫുൾ ചാർജിനുള്ള ടൈമും കാര്യങ്ങളിൽ വിസിബിൾ ആവും. ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇത് തുറന്നിട്ട് നമുക്ക് ഉള്ളിൽ വണ്ടിയിൽ കാണാൻ കഴിയും. ഓൾമോസ്റ്റ് 80% ചാർജ് ഉണ്ട്. നമ്മൾ ടെസ്റ്റ് ബേസിലാണ് നേരത്തെ പറഞ്ഞ പോലെ 80% ഉണ്ട്. ഇനി എത്ര ടൈം എടുക്കും? DC ഫാസ്റ്റ് ചാർജിങ് ആണ്. 45 മിനിറ്റാണ് ഫുൾ ചാർജിന് എടുക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ ചാർജ് ചെയ്യരുത്. 80% വരെ ആക്കാൻ നോക്കുക. കാരണം നിങ്ങളുടെ പിന്നിൽ മേ ബി ഒരു 60 kW അല്ലെങ്കിൽ 2 ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കൂടുതൽ റിസീവിങ് കപ്പാസിറ്റി ഉള്ളൊരു വണ്ടി ബാക്കിലുണ്ടെങ്കിൽ അവർ നിങ്ങളൊരു ബുദ്ധിമുട്ടാവരുത്. അതുകൊണ്ട് തന്നെ 80% ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് AC ചാർജിങ് തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം 80% വരെ ചാർജ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു 90% വരെ ചാർജ് ചെയ്തിട്ട് ഊരാൻ നോക്കുക. പിന്നെ ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഫുൾ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പോകുന്ന റൂട്ടിൽ ധാരാളം ചാർജർ ഉണ്ടെങ്കിൽ മാക്സിമം 80% വരെ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ നോക്കുക. ഓൾസോ ഇപ്പം ഇത്രയായി ശതമാനമായി. ഇപ്പോൾ ഇതിപ്പോൾ 82% ഈ പറഞ്ഞ പോലെ എത്ര കിലോവാട്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുകയാണ് എൻ്റെ ചാർജിങ് നിർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ എടുക്കുന്നു, ഇതിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തുന്നു, ഓക്കെ അമർത്തുന്നു. വിത്തിൻ സെക്കൻഡ്സ് ഇതാ അവിടെ കണക്റ്റിവിറ്റി നടക്കുന്നു. ഇതിനകത്ത് നമുക്കിപ്പോൾ തന്നെ മെസ്സേജ് വരും, പ്ലീസ് പ്ലഗ് ഔട്ട് ദി ചാർജ് നൗ. സോ എൻ്റെ ഒരു ബില്ല് പോലെ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 2 മിനിറ്റ് 4 സെക്കൻഡ്, എത്ര രൂപ, അതിലെ ചാർജിങ് സ്റ്റേഷൻ, എത്ര കിലോവാട്ട് ഓഫ് എമൗണ്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫീഡ്ബാക്ക്, ഇതിനെക്കുറിച്ചുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ എൻ്റെ ചാർജിങ് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ചാർജിങ് എൻഡഡ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ചാർജർ എടുത്തത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും എടുക്കാൻ നോക്കുക. ഈവൻ ചില സമയത്ത് ഇത് ലോക്കായിരിക്കാം, അപ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന കസ്റ്റമർ കെയറിൽ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയും.
ഇതേപോലെ തന്നെ ഓരോ ചാർജിങ് സ്റ്റേഷനിൽ ഓരോ പോലെയാവും. എനിക്ക് പേഴ്സണലി നല്ല കണക്ടിവിറ്റി തോന്നിയ കേരളത്തിലുള്ള ചാർജിങ് സ്റ്റേഷനാണ് ഗോയിസി. ഇത് 30 കിലോവാട്ടിൻ്റെ ഒരു DC ഫാസ്റ്റ് ചാർജറാണ്. പിന്നെ പല ആൾക്കാരും ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്ട് ഈ ഒരു എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ അമർത്തും. ഇത് അമർത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഡീആക്ടിവേറ്റ് ആയി പോകും. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ആൾ വന്നത് കീട്ട് തുറന്നാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് ഇത് ആക്ടിവേറ്റ് കാണിക്കുള്ളൂ. സോ ഒരിക്കലും അങ്ങനെ ചെയ്തിരിക്കുക. ഫോണിൽ മാത്രം സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ കുട്ടികളൊന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കാരണം കറണ്ട് കൊണ്ടുള്ള കളിയാണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഈ ഗണ്ണ് നിങ്ങൾ എങ്ങനെ എടുത്തോ അതുപോലെ തിരിച്ചു വെക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ളവർക്കും കൂടെ ഉപയോഗിക്കാനുള്ളതാണ്. ഒരു പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ എന്നറിയുക. അതിനുശേഷം യു ക്യാൻ ക്ലോസ് ദ ലിഡ്, ഡ്രൈവ് ഓഫ് ടു യുവർ ഹോം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണാൻ ബൈ.